എല്ലാ കൂട്ടുകാർക്കും ഫിലിമി സ്റ്റോറി ടെല്ലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 2016 പുറത്തിറങ്ങിയ ബ്ലാക്ക് മിറർ സീരീസിലെ ഒരു എപ്പിസോഡാണ് നോസ് ഡൈ. നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അതുപയോഗിച്ച് ആളുകളെ റേറ്റ് ചെയ്യാൻ കഴിയും. എല്ലാവരും അവരുടെ ജീവിതത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. കൂടാതെ ഓരോ സംഭാഷണങ്ങളും റേറ്റ് ചെയ്യപ്പെടുമ്പോൾ മികച്ചതായ പെരുമാറ്റം മാത്രം പുറത്തു കാണിക്കാൻ ആളുകൾ ശ്രമിക്കുന്നു. കാരണം ഈ ലോകത്തിൽ ആളുകളുടെ മൂല്യം നിർണ്ണയിക്കുന്നത് ഈ റേറ്റിംഗ് ആണ്. 4 മുകളിൽ റേറ്റിംഗ് ഉള്ളവർ വളരെ മികച്ചതും 3-4 ഇടയിലുള്ളവർ ഇടത്തരക്കാരും 3 താഴെയുള്ളവരെ അപകടകാരികളുമായി കണക്കാക്കുന്നു. തൻ്റെ റേറ്റിംഗ് ഉയർത്താൻ വളരെ കഷ്ടപ്പെടുന്ന നമ്മുടെ നായികയാണ് ലേസി. ലേസിയുടെ കഥ നമുക്കൊന്ന് കേട്ടാലോ? എങ്കിൽ പോയാലോ കഥകളുടെ മായാ ലോകത്തിലേക്ക്. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായിക ലേസി പൗണ്ടിനെ കാണിക്കുന്നു. അവൾ താൻ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നു. തിരികെ അവരും അത് നൽകുമെന്നും അത് അവളുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കുമെന്നും അവൾ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം അവൾ തൻ്റെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ ഫോട്ടോസ് സ്ക്രോൾ ചെയ്ത് കാണുകയും അതിന് റേറ്റിംഗ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും നല്ല റേറ്റിംഗ് കിട്ടാൻ ചിരി ഒരു അത്യാവശ്യമാണല്ലോ. അതിന് അവൾ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് ചിരി പരിശീലിക്കുന്നു. അവൾ തൻ്റെ റേറ്റിംഗ് 4.2 ആകുന്നത് കണ്ട് സന്തോഷിക്കുന്നു. അതിനുശേഷം അവളുടെ ബ്രദറിനെ കാണിക്കുന്നു. അവൻ്റെ പേരാണ് റയാൻ. അവൻ എപ്പോഴും ഓൺലൈൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. ഇവരിപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർ അത് വാങ്ങാനായിട്ട് മറ്റൊരാളെ അയക്കുന്നുണ്ടെന്ന് അവനോട് പറയുമ്പോൾ, നമുക്ക് ആ വരുന്നവരെ പേടിപ്പിച്ചോടിക്കാം, എന്നിട്ട് ഇവിടെ തന്നെ താമസിക്കാമെന്ന് അവൻ പറയുന്നു. അത് നടക്കില്ല, ഈ ഒരു വാടക കരാറ് 3 ആഴ്ച കൂടിയേ ഉള്ളൂവെന്ന് അവൾ പറയുന്നു. ഞാൻ വേറൊരു വീട് കാണാൻ ഇന്ന് പോകുന്നുണ്ടെന്ന് റിയാനോട് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ഒരു കോഫി ഷോപ്പ് കാണിക്കുന്നു. അവിടെ എല്ലാവരും ആ ഒരു ഫോണിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. അവളുടെ ഊഴമെത്തുമ്പോൾ അവൾ കോഫി വാങ്ങുന്നു. ആ ഒരു കോഫി സെല്ലറിന്റെ റേറ്റിംഗ് 3.7 ആണ്. അതിനുശേഷം അവൾ അവന് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നു. അവൻ അവൾക്കും തിരിച്ച് ആ ഒരു റേറ്റിംഗ് കൊടുക്കുന്നു. പിന്നെ അവിടെയുള്ള ഓരോരുത്തരെയും കാണിക്കുന്നു. ഓരോ വ്യക്തിയുടെയും കണ്ണിൽ ഒരു കോണ്ടാക്ട് ലെൻസ് ഉണ്ട്. അതുപയോഗിച്ച് എല്ലാവർക്കും മറ്റുള്ളവരുടെ റേറ്റിംഗ് കാണാൻ കഴിയുന്നു. ഈ റേറ്റിംഗ് വെച്ചിട്ടാണ് ഇവിടെ ആളുകളുടെ മൂല്യം നിർണ്ണയിക്കുന്നത്. ഒരു ചെറിയ സംഭാഷണം നടക്കുമ്പോൾ പോലും പരസ്പരം റേറ്റ് ചെയ്യപ്പെടും. പിന്നീട് അവൾ വാങ്ങിയ കോഫിയുടെ ചിത്രം അവൾ പോസ്റ്റ് ചെയ്യുന്നു. ഒത്തിരി സ്വാദിഷ്ടമായത് എന്ന് പറഞ്ഞ് ഒരു ക്യാപ്ഷനും കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കുടിക്കുമ്പോൾ അവൾക്കത് അത്ര ഇഷ്ടമായതായി തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ സത്യമല്ലെന്ന് പറയില്ലേ, അതുപോലെ. പിന്നീട് ആ ഒരു ചിത്രത്തിന് പലരും അവൾക്ക് റേറ്റിംഗ് കൊടുക്കുന്നു. അത് കാണുമ്പോൾ അവൾ സന്തോഷിക്കുന്നു. പിന്നീട് അവൾ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലം കാണിക്കുന്നു. ഈ ഒരു സമയത്ത് അവൾ തൻ്റെ ഫോട്ടോസ് ലൈക്ക് ചെയ്ത ആളുകളെ നോക്കുന്നു. പെട്ടെന്ന് അവൾ തൻ്റെ ബാല്യകാല സുഹൃത്ത് നവോമി ജെയിൻ എന്ന പെൺകുട്ടിയുടെ ചിത്രം കാണുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവൾ ആ പെൺകുട്ടിയെ കാണുന്നത്. അവൾ അവളുടെ പ്രൊഫൈൽ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഫേസ്ബുക്ക് പ്രൊഫൈലൊക്കെ എടുത്തു നോക്കില്ലേ, അതുപോലെ അവൾ തൻ്റെ കൂട്ടുകാരിയുടെ ഒരുപാട് പിക്ചേഴ്സ് സ്ക്രോൾ ചെയ്ത് നോക്കി കാണുന്നു. യോഗ ചെയ്യുന്നതിൻ്റെയും ഹോഴ്സ് റൈഡ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ. ആ ഒരു ടൈമിൽ അവൾ അവിടെ ഇരുന്ന ഒരു പാവക്കുട്ടി എടുത്ത് നോക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് മിസ്റ്റർ റാക്സ്. നവോമിയും ലേസിയും കൂടി ഒരുമിച്ചുണ്ടാക്കിയതാണ് ഈ പാവക്കുട്ടി. ആ ഒരു സമയം അവിടെ ചെസ്റ്റർ വന്നിട്ട് സ്മൂത്തി വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു നിമിഷം സംശയിച്ച് നിന്നിട്ട് അവൾ അത് വാങ്ങുകയാണ്. അപ്പോൾ ആ ഓഫീസിലിരുന്ന് എല്ലാവരും അവളെ നോക്കുന്നുണ്ട്. അതിനുശേഷം അവൾ അയാൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നു. അവൻ താങ്ക് യു പറയുന്നു. അപ്പോൾ അവിടെ ഇരുന്ന ഒരാൾ അവളോട് പറയുന്നു, നമ്മൾ ചെംസിനോട് സംസാരിക്കില്ല, ചെസ്സും ഗോർഡനും സ്പ്ലിറ്റായി, ഞങ്ങളെല്ലാം ഗോർഡൻ്റെ സൈഡാണ്. സോ ഒരാളുടെ സൈഡ് പിടിച്ചിട്ട് എല്ലാവർക്കും ആ ഒരു ചെസ്സിന് ലോങ് റേറ്റിംഗ് കൊടുക്കുകയാണ്. അവൻ്റെ റേറ്റിംഗ് 2.5 ബിലോ ആയാൽ പിന്നീട് അവന് ഈ ഓഫീസിൽ നിന്ന് പോകേണ്ടി വരും. ആ ഒരു ടൈമിൽ അവളുടെ റേറ്റിംഗ് കുറയുന്നതായിട്ട് കാണിക്കുന്നു. കാരണം ആ ഒരു ജ്യൂസ് വാങ്ങി കുടിച്ചതുകൊണ്ട് അവിടെ ഇരുന്നവരെല്ലാം അവൾക്ക് ലോവർ റേറ്റിംഗ് കൊടുക്കുന്നു. അതിനുശേഷം അവൾ പുതിയ അപ്പാർട്ട്മെൻറ്റ് കാണാൻ വന്നിരിക്കുകയാണ്.
അവിടെയുള്ള പെൺകുട്ടി അവളെ ആ വീടൊക്കെ കാണിക്കുന്നു. വളരെ പോഷായിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻ്റാണിത്. ഈ പെലിക്കോവ് അപ്പാർട്ട്മെൻറ്റിന് എക്സ്ക്ലൂസീവ് റെസ്റ്റോറൻറ്റിലേക്കും മറ്റ് ആനുകൂല്യങ്ങളിലേക്കും പ്രവേശനമുണ്ടെന്ന് മാത്രമല്ല, അവളുടെ ഹോളോഗ്രാം വെച്ചിട്ട് സുന്ദരനായ ഒരു പുരുഷനുമായി അവളുടെ ഭാവി കാണിച്ചു കൊടുക്കുന്നു. അവളുടെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവളെ ആ അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്ക് എടുക്കാനായിട്ട് അവളെ പ്രേരിപ്പിക്കുന്നു. പക്ഷേ അപ്പാർട്ട്മെൻറ്റിൻ്റെ വില അവൾക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് അവളോട് പറയുന്നു, അവളുടെ റേറ്റിംഗ് 4.5 ആയി ഉയർത്താമെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ റിയൽ വേൾഡിനെ കാണിക്കുന്നതാണ്. ചില സെലിബ്രിറ്റീസിന് മാത്രം ചില ഓഫേഴ്സുകൾ കിട്ടാറില്ലേ, അതുപോലെ. റേറ്റിംഗ് എങ്ങനെ കൂട്ടാമെന്നാലോചിക്കാനും സഹായം തേടാനും ലേസി ഒരു സോഷ്യൽ മീഡിയ കൺസൾട്ടൻറ്റിനെ കാണുന്നു. നമ്മുടെ റിയൽ ലൈഫിലും ചിലർ അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പോസ്റ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള ആളുകളുടെ സഹായം തേടാറില്ലേ, അതുപോലെ. അയാൾ അവളുടെ ഡേറ്റാസൊക്കെ അനലൈസ് ചെയ്തിട്ട് നിന്റെ പ്രൊഫൈൽ വളരെ മികച്ചതാണെന്നും 4.5 റേറ്റിംഗ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റ് ആണെന്നും പറയുന്നു. അത് അച്ചീവ് ചെയ്യാൻ ഒരു 18 മാസം എടുക്കുമെന്ന് അയാൾ പറയുമ്പോൾ, എനിക്ക് വളരെ കുറച്ച് സമയത്തിൽ അത് അച്ചീവ് ചെയ്യണമെന്ന് അവൾ പറയുന്നു. ഇപ്പോൾ നിനക്കുള്ള റേറ്റിംഗ് പലതും ലോ റേറ്റിംഗ് പ്രൊഫൈലുള്ളവരുടെയാണെന്നും 4.5 റേറ്റിംഗിന് മുകളിലുള്ളവരുടെ റേറ്റിംഗ് ലഭിച്ചാൽ നിനക്കത് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നും അയാൾ പറയുന്നു. ഉയർന്ന നിലവാരമുള്ള ആളുകളിലേക്ക് എത്താനുള്ള ശ്രമത്തിൽ ലേസി തൻ്റെ ബാല്യകാല സുഹൃത്തായ നവോമിക്കൊപ്പം നിർമ്മിച്ച മിസ്റ്റർ റാക്സിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. അവൾ 4 റേറ്റിംഗിന് മുകളിലുള്ള ഒരാളാണ്. അതിനുശേഷം വൈകുന്നേരം നവോമി ലേസിയെ ഫോണിൽ വിളിക്കുന്നു. തൻ്റെ പ്രൈവറ്റ് ബീച്ച് ഹൗസ് കാണിച്ചു കൊടുക്കുന്നു. കൂടാതെ താൻ എൻഗേജ്ഡ് ആണെന്നും വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് വിവാഹമോതിരം കാണിച്ചു കൊടുക്കുന്നു. പിന്നീട് ഇവർ വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കി വാവ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നമ്മൾ ഇത്തരം ചില കാട്ടിക്കൂട്ടലുകൾ കാണാറില്ലേ, അതുപോലെ. പിന്നീട് നവോമി ലേസിയോട് തൻ്റെ ബ്രൈഡ് ഓഫ് ഓണർ ആകാമോ എന്ന് ചോദിക്കുകയാണ്. മിസ്റ്റർ റാക്സിൻ്റെ ചിത്രം കണ്ടപ്പോൾ പഴയതൊക്കെ ഓർമ്മ വന്നെന്നും വിവാഹത്തിന് നീ കൂടെ ഉണ്ടാകണം എന്ന ആഗ്രഹമുണ്ടെന്നും പറയുന്നു. അതിനുശേഷം വിവാഹത്തിന് ഒരു സ്പീച്ച് കൂടി പറയണമെന്നും ലേസിയോട് നവോമി പറയുന്നു. ഈ ഒരു ഫോൺ കോൾ നമ്മുടെ ലേസിയുടെ സഹോദരൻ റയാൻ നിരീക്ഷിക്കുന്നുണ്ട്. അവൻ ലേസിയോട് ചോദിക്കുന്നു, നിന്നെ ഒരുപാട് ഉപദ്രവിച്ചതല്ലേ ഈ നയോമി? നിന്റെ മുടിയൊക്കെ അവൾ വെട്ടിയതല്ലേ? എന്നാൽ ഇതൊക്കെ ലേസി നിഷേധിക്കുന്നു. പിന്നീട് സോഷ്യൽ മീഡിയ കൺസൾട്ടൻറ്റിനെ അവൾ വീണ്ടും കാണുകയും നയോമിയുടെ ഗസ്റ്റ് ലിസ്റ്റ് കാണിക്കുകയും ചെയ്യുന്നു. ഇതിന് ലേസി പോകുകയും അവളുടെ ആ ഒരു സ്പീച്ച് നടത്തുകയും ചെയ്താൽ ലേസിക്ക് ഈസിയായി ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് കൺസൾട്ടൻറ്റ് പറയുന്നു. അതിനുശേഷം ആ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങാനുള്ള അഡ്വാൻസ് ലേസി സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. നയോമിയുടെ കല്യാണത്തിന് മുൻപ് പറയാനുള്ള ആ ഒരു സ്പീച്ച് ലേസി റയാനു മുൻപിൽ അവതരിപ്പിക്കുന്നു. നീ എന്തിനാണ് ഇങ്ങനെ ഫേക്കായിട്ട് നിൽക്കുന്നതെന്നും റിയാൻ ചോദിക്കുന്നു. നിനക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെന്ന് റിയാൻ പറയുമ്പോൾ ലേസി ദേഷ്യപ്പെടുന്നു. രണ്ടുപേരും തർക്കിച്ചു നിൽക്കുന്ന അവസരത്തിൽ ലേസി ബുക്ക് ചെയ്ത കാർ റൈഡ് ക്യാൻസൽ ആവുകയും കാർ ഡ്രൈവർ അവൾക്ക് ലോവർ റേറ്റിംഗ് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് മറ്റൊരു കാറ് ബുക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വഴിയിലൂടെ പോകുന്ന 4 റേറ്റിംഗ് ഉള്ള ഒരു സ്ത്രീയെ അവൾ ഇടിക്കുന്നു. ആ ഒരു സ്ത്രീ ദേഷ്യപ്പെട്ട് അവൾക്ക് ലോവർ റേറ്റിംഗ് കൊടുക്കുന്നു. ക്യാബിലിരിക്കുമ്പോൾ നയോമി ലേസിയെ വിളിക്കുന്നു. ഇവരുടെ ഉച്ചത്തിലുള്ള സംസാരവും ചിരിയും ക്യാബ് ഡ്രൈവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു. ലേസി അയാൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുമ്പോൾ അയാൾ അവൾക്ക് 1 സ്റ്റാർ കൊടുക്കുന്നു. ഇത് ശരിക്കും പിന്നീടുള്ള വലിയ സംഭവങ്ങളുടെ തുടക്കമായിരുന്നു. എയർപോർട്ടിലെ കൗണ്ടറിലെ അറ്റൻഡർ അവളുടെ വിമാനം റദ്ദാക്കിയെന്ന് പറയുന്നു. കൂട്ടുകാരുടെ വിവാഹമാണ്, മറ്റെന്തെങ്കിലും ഫ്ലൈറ്റ് ഉണ്ടോ എന്നവൾ ചോദിക്കുമ്പോൾ അറ്റൻഡർ ചെക്ക് ചെയ്തിട്ട് നിന്റെ റേറ്റിംഗ് 4.2 കുറവായതിനാൽ നിനക്കതിൽ ബുക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നു. 4.5 റേറ്റിംഗ് കിട്ടാനുള്ള തൻ്റെ പദ്ധതികൾ പാളിപ്പോകുമെന്നോർത്തിട്ട് അവൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അറ്റൻഡറോട് ദേഷ്യപ്പെടുന്നു. ആ ഒരു സമയം അവിടെ ക്യൂവിലുണ്ടായിരുന്ന എല്ലാവരും അവൾക്ക് ലോവർ റേറ്റിംഗ് കൊടുക്കുന്നു. പിന്നീട് അറ്റൻഡർ സെക്യൂരിറ്റിയെ വിളിക്കുന്നു. അവൾ ദേഷ്യപ്പെട്ടതിനും ഭീഷണിപ്പെടുത്തിയതിനും 1 പോയിന്റ് ഡോക്ക് ചെയ്യുന്നു. 24 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ ഈ പോയിന്റ് തിരികെ ലഭിക്കൂ.
അതുപോലെ തന്നെ ഈ ഒരു 24 മണിക്കൂറിൽ കിട്ടുന്ന നെഗറ്റീവ് റേറ്റിംഗ് ഇരട്ടിയായി പ്രൊഫൈലിൽ കുറയുമെന്നും പറയുന്നു. ലേസി പിന്നീട് ഒരു വാടക കാർ ഉപയോഗിച്ച് നയോമിയുടെ വിവാഹത്തിന് എത്താൻ ശ്രമിക്കുന്നു. അവളുടെ റേറ്റിംഗ് കുറവായതിനാൽ അവൾക്ക് ഏറ്റവും മോശമായ വാഹനമാണ് ലഭിച്ചത്. 9 മണിക്കൂർ യാത്രയുണ്ട്. എന്നാലും ലേസി അവിടെ എത്താൻ ആഗ്രഹിക്കുന്നു. കാരണം അവിടെ എത്തിയാൽ തൻ്റെ റേറ്റിംഗ് ഉയർത്താൻ കഴിയുമെന്ന് അവൾ വിശ്വസിക്കുന്നു. പലപ്പോഴും ക്ഷീണത്താൽ അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട്. ഈ സമയം അവളുടെ കാറിൻ്റെ ചാർജ് തീരുന്നു. എന്നാൽ ചാർജിംഗ് സ്റ്റേഷനിലെ ചാർജറുകൾ ചേരാത്ത പഴയ മോഡലായതിനാൽ അവൾക്ക് റീചാർജ് ചെയ്യാൻ കഴിയുന്നില്ല. തുടർന്ന് അവൾ ഹിച്ച് ഹൈക്കിംഗ് ചെയ്തു പോകാമെന്ന് കരുതുന്നു. പക്ഷേ അവളുടെ റേറ്റിംഗ് വളരെ കുറവായതിനാൽ ആരും അവൾക്ക് ലിഫ്റ്റ് കൊടുക്കുന്നില്ല. അവൾ റോഡിലൂടെ പോകുമ്പോൾ ചിറൽ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൾക്ക് ലോവർ റേറ്റിംഗ് കൊടുക്കുന്നു. അവൾ ഒന്നും ചെയ്യാതെ തന്നെ അവൾക്ക് ലോവർ റേറ്റിംഗ് കിട്ടുന്നതിൽ അവൾക്ക് ദേഷ്യവും സങ്കടവും വരുന്നു. 0.4 റേറ്റിംഗ് ഉള്ള സൂസൻ എന്ന സ്ത്രീ അവളുടെ വാഹനം നിർത്തുന്നു. അവളൊന്ന് മടിച്ചു നിന്നെങ്കിലും ഞാൻ പിടിച്ച് തിന്നുകയൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവൾ അതിൽ കയറുന്നു. പിന്നീട് നീല ഫ്ലാസ്കിൽ നിന്ന് കാപ്പിയോ ചുവന്ന ഫ്ലാസ്കിൽ നിന്ന് വിസ്കിയോ അവളോട് കഴിച്ചുകൊള്ളാൻ പറയുന്നു. പക്ഷെ അവൾ അത് കഴിക്കുന്നില്ല. നീ എന്തുകൊണ്ടാണ് 2.8? നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നില്ലല്ലോ എന്ന് സൂസൻ പറയുമ്പോൾ ഇത് താൽക്കാലികമാണെന്നും നാളെ ആ ഒരു കല്യാണത്തിന് പങ്കെടുത്തു കഴിഞ്ഞാൽ എല്ലാം പഴയ പോലെ ആകുമെന്നും അവൾ പറയുന്നു. പിന്നീട് സൂസൻ തൻ്റെ കഥ പറയുന്നു. ഒരു കാലത്ത് ഞാനും 4.6 റേറ്റിംഗ് ആയിരുന്നു. 8 വർഷം മുമ്പ് എൻ്റെ ഭർത്താവിന് ക്യാൻസർ വന്നു. അദ്ദേഹത്തെ രക്ഷിക്കാൻ ഞാൻ എല്ലാ ഡോക്ടേഴ്സിനും നേഴ്സസിനും 5 സ്റ്റാർ നൽകി. ഒരു ചികിത്സയുണ്ടായിരുന്നു, വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒന്ന്. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 4.3 ആയിരുന്നു. അവരത് 4.4 റേറ്റിംഗ് ഉള്ള ഒരാൾക്ക് കൊടുത്തു. ടോം മരിച്ചു. പിന്നീട് മുഴുവൻ സിസ്റ്റത്തിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നീട് അവളെ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് പോർട്ട് മേരിയിലേക്ക് ഇനി ഒരു 30 മൈൽസേ ഉള്ളുവെന്നും ഇവിടെ നിന്ന് ബസ് ലഭിക്കുമെന്നും പറഞ്ഞിട്ട് ആ ചുവന്ന ഫ്ലാസ്കിലെ വിസ്കിയും അവൾക്ക് നൽകിയിട്ട് സൂസൻ അവിടെ നിന്ന് പോകുന്നു. ലേസി ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്ട്രീ ഓഫ് ട്രാൻക്വിലിറ്റി എന്ന സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി ഷോയുടെ കൺവെൻഷനിലേക്ക് പോകുന്നതിനെക്കുറിച്ച് പെൺകുട്ടികൾ സംസാരിക്കുന്നത് കേൾക്കുന്നു. നയോമിയുടെ വിവാഹം നടക്കുന്ന സ്ഥലത്തിനടുത്താണ് കൺവെൻഷൻ. താനും ആ ഷോയിൽ പങ്കെടുക്കാനാണെന്നും സുഹൃത്ത് അവിടെ ടിക്കറ്റുമായി കാത്തു നിൽപ്പുണ്ടെന്നും തൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയെന്നും പറയുമ്പോൾ ആ പെൺകുട്ടികൾ അവൾക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്യുന്നു. അവർ ആ ഷോയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നയോമിയിൽ നിന്ന് അവൾക്ക് ഫോൺ കോൾ വരുന്നു. ലേസിയുടെ റേറ്റിംഗ് വളരെ കുറഞ്ഞ് 2.6 ആയതിനാൽ തൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കരുതെന്ന് നയോമി പറയുന്നു. നയോമിയുടെ പ്രതിശ്രുത വരൻ ഡേറ്റ സിമുലേഷൻ കാണിച്ച് ലേസി വരുന്നതിനെ തടയാൻ കർശനമായി നയോമിയോട് ആംഗ്യം കാണിക്കുന്നു. ഇവിടെയുള്ള ആരും 4.5 റേറ്റിംഗിന് താഴെയുള്ളവരല്ലെന്നും നീ വരരുതെന്നും ദേഷ്യപ്പെട്ട് നയോമി പറയുന്നുണ്ട്. എന്നാൽ താൻ വരുമെന്നും ആ സ്പീച്ച് ചെയ്യുമെന്നും ലേസി പറയുമ്പോൾ ദേഷ്യപ്പെട്ട് നയോമി ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ലേസി ആ പെൺകുട്ടികളോട് നിങ്ങളുടെ ഷോ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയുന്നു. അവരവളെ വാഹനത്തിൽ നിന്നും പുറത്താക്കുന്നു. പിന്നീട് അവൾ കയ്യിലുള്ള വിസ്കി കഴിച്ച് അവിടെ കണ്ട ഒരാൺകുട്ടിയിൽ നിന്ന് ബൈക്കും കടം വാങ്ങി ഒരു യുദ്ധത്തിന് പോകുന്ന പോലെ നയോമിയുടെ കല്യാണത്തിന് പോകുന്നു. ഗേറ്റിൻ്റെ അടുത്ത് സെക്യൂരിറ്റീസിനെ കണ്ട് അവൾ മറ്റൊരു വഴിയിലൂടെ പോകുകയും വാഹനത്തിൽ നിന്ന് മറിഞ്ഞ് താഴെ ചെളിയിലേക്ക് വീഴുകയും ചെയ്യുന്നു. അതിനുശേഷം ചെളി പുരണ്ട വസ്ത്രവും അലങ്കോലമായ തലമുടിയുമൊക്കെയായി ലേസി പാർട്ടിയിലേക്ക് വരുന്നു. അവളെ പിടിച്ചു പുറത്താക്കാൻ ലേസി ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്. ഇപ്പോൾ അത് ചെയ്താൽ കൂടുതൽ പ്രശ്നമാകുമെന്ന് ഹസ്ബൻഡ് പറയുന്നു. അവിടെ വന്നതിന് ശേഷം അവൾ തയ്യാറാക്കി വെച്ച സ്പീച്ച് പറയുകയാണ്. അവിടെയുള്ളവരെല്ലാം അവൾക്ക് 1 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നു. അതിനുശേഷം സെക്യൂരിറ്റി വന്ന് അവളെ ലോക്ക് ചെയ്ത് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത് നമ്മുടെ നായിക ജയിലിലാകുന്നു. തടവുകാരുടെ ഫോട്ടോസ് എടുക്കില്ലേ, അതുപോലെ അവളുടെ ഫോട്ടോസും എടുക്കുന്നു. കണ്ണിൽ നിന്ന് ആ ഒരു ലെൻസ് റിമൂവ് ചെയ്യുന്നു. ഇനി അവൾക്ക് ആ ഒരു റേറ്റിംഗ് കാണാൻ കഴിയില്ല. സെല്ലിൽ ഇരിക്കുമ്പോൾ ലേസി എതിർ സെല്ലിലുള്ള ആളെ നിരീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. അവർ പരസ്പരം ഉച്ചത്തിൽ സംസാരിക്കുകയും മനസ്സിൽ തോന്നുന്നതെല്ലാം പറയുകയും ചെയ്യുന്നു. റേറ്റിംഗ് ഇല്ലാതെ എന്തും പറയാൻ കിട്ടിയ ആ സ്വാതന്ത്ര്യം അവർ ആസ്വദിക്കുകയാണ്. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.